ഹാരിസ്, റിപ്പോർട്ടഡ് സ്പീച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ലേ? യെസ്. മാർത്ത, വിൽ ദി ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബോട്ട് എന്ന് ചോദ്യം. അപ്പൊ നമ്മൾ പറയണോ, ഇത് ചോദ്യമായതുകൊണ്ട് മാർത്ത ആസ്ക്ഡ് ബാൽവിൻ എന്ന് നമ്മൾ എഴുതി. ദാറ്റ് എഴുതാൻ പറ്റുമോ? ഇനി ഇല്ല, ഒരിക്കലും പാടില്ല. ആ വിൽ എന്ന വേർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. സോ ഞാനത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? യെസ് ഓർ നോ ക്വസ്റ്റൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇഫോ അല്ലെങ്കിൽ വെദറോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മാർത്ത ആസ്ക്ഡ് ബാൽവിൻ വെദർ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വെദർ. ഇനി എന്താണ്? ഡെപ്പോസിറ്റേഴ്സ് അല്ലെ? വെദർ ദ ഡെപ്പോസിറ്റേഴ്സ് വുഡ് എന്ന വേർഡ് നമ്മൾ അവിടെ ചേർക്കുന്നു. വില്ല് എന്തായിട്ട് മാറി? വുഡ് എന്നായിട്ട് പാസ്റ്റ് ടെൻസിലേക്ക് മാറി. ഓക്കെ, വുഡ് ലൂസ് മച്ച്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ എന്താണ്? മാർത്ത ആസ്ക്ഡ് ബാൽവിൻ വെദർ ദ ഡെപ്പോസിറ്റേഴ്സ് വുഡ് ലൂസ് മച്ച് എന്ന് മാത്രമാക്കി വില്ലിനെ പാസ്റ്റ് ആക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് ബാൽവിൻ റിപ്ലൈഡ്. ബാൽവിൻ എന്താ പറയുന്നത്? ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ്. വളരെ ഈസിയാണ്. ബാൽവിൻ റിപ്ലൈഡ് ദാറ്റ്. അവിടെ നമ്മൾ ദാറ്റ് ഉപയോഗിക്കണം. സെഡ് ദാറ്റ്, റിപ്ലൈഡ് ദാറ്റ്, ടോൾഡ് ദാറ്റ്. ഓക്കെ, റിപ്ലൈഡ് ദാറ്റ് ദ ഡെപ്പോസിറ്റേഴ്സ് നമ്മൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ല, ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ദേ നാക്കി. ദേ വിൽ നോട്ടിന്റെ പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ നമ്മൾ എന്താക്കി? വുഡന്റ് അല്ലെ? ദേ വുഡന്റ് അല്ലെങ്കിൽ വുഡ് നോട്ട് ലൂസ് എ സെന്റ്. അതേപോലെ എഴുതുന്നിടത്ത് നമ്മുടെ 2 മാർക്കും കൊണ്ട് പോരുകയാണ്. ഓക്കെ.